കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. അവൈലബിൾ നൗ ഓൺലി ഇൻ UK, ന്യൂസിലാൻഡ് ആൻഡ് സിംഗപ്പൂർ. കാറും വിമാനവും ഒക്കെ ഒരുമിച്ച് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം കണ്ടോ? നല്ല സാധനം അല്ലേ? അടിപൊളി. നല്ല മണ്ണെണ്ണയുടെ മണം. ഇത് ശരിക്കും നമ്മുടെ കാറ് പോലെ അല്ലേ? അങ്ങനെ ഫൈനലി നമ്മൾ മയാമി പോവാ അല്ലേ? മയാമി 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 എന്ന് പറയുമ്പോ എന്താണ് നമുക്ക് ഓർമ്മ വരുന്നത്? കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ശരിക്കും മലയാളികൾ, ഞാനൊക്കെ ആദ്യം മയാമി കേൾക്കുന്നത് ശ്രീനിവാസൻ പറയുമ്പോഴാട്ടോ. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC ടു മയാമി ബീച്ച്? പറയടാ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. അങ്ങനെ ശ്രീനിവാസൻ മോഹൻലാലിനോട് ചോദിച്ച ആ മയാമി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മയാമി ബീച്ച് അല്ല, മയാമിയിലേക്ക് പോകുന്നു. ഞാൻ ഫ്ലോറിഡ വന്നിട്ട് ഈ പ്ലാന്റേഷൻ ഫോർട്ട് ലോഡർഡേൽ ഈ സ്ഥലത്തിന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതല്ലാതെ ഇതുവരെ മയാമി കണ്ടില്ലായിരുന്നു. സോ വി ആർ ഗോയിങ് ടു മയാമി. നമ്മളിപ്പോ ഈ വണ്ടിയിൽ ഇവിടുത്തെ എക്സ്പ്രസ് ഹൈവേയിലൂടെ പറന്ന് നമ്മൾ മയാമിക്ക് പോകുന്നത് അവിടെ പോയിട്ട് പറക്കാൻ വേണ്ടിയാണ്. യെസ്, വി ആർ ഗോയിങ് ഫോർ എ ഹെലികോപ്റ്റർ റൈഡ്. എന്താ പറയാ, മയാമിക്ക് മുകളിലൂടെ. മയാമി നമുക്ക് മുകളിലൂടെ പറന്ന് കാണാം. സൗത്ത് ബീച്ച്, മയാമി സിറ്റി, എന്തൊക്കെയോ പരിപാടികൾ. എന്തായാലും നമുക്ക് ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. 1 hour അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ട് മയാമിയിലേക്ക്. സോ വി ആർ ഓൺ ദ വേ ടു മയാമി. ഇന്നലെ കുറച്ച് ഷോപ്പിംഗും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം പൈസയൊക്കെ പൊട്ടി. അയ്യോ, ഇന്നലെ നടന്ന് മതിയായി എന്ന് പറഞ്ഞാൽ ഇന്നലെ 12 കിലോമീറ്ററാണ് ഞാൻ നടന്നത്. അതും പോരാത്തതിന് രാത്രി 2 കിലോമീറ്റർ ഓടാനും പോയി. ഇന്ന് ബാക്കി നമുക്ക് പരിപാടികൾ. ഞങ്ങൾ രണ്ടുപേരും ഫിറ്റ്നസ് ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. സോ നോക്കട്ടെ, നെക്സ്റ്റ് ഒരു 6 മാസത്തിൽ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ മാത്രമല്ല, ശ്വേതയും നാട്ടില് ഗംഭീര ഫിറ്റ്നസ് ചലഞ്ച് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും നമ്മൾ മാറ്റിയെടുക്കണം എന്നാണ് ഉദ്ദേശം. ലെറ്റ്സ് സീ, നോക്കട്ടെ എന്തായാലും പരിപാടി നടക്കട്ടെ. ഒറ്റ കമന്റ് അല്ല, എല്ലാവരും എനിക്ക് പിന്നെ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും എനിക്ക് ഒരു ആഗ്രഹം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 6 മാസം പണിയെടുത്ത് ഇനി ഞാൻ മയാമി വരുമ്പോഴത്തേക്കിനും ഷർട്ടൊക്കെ ഊരി നല്ല എന്താ പറയാ, ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് കോൺഫിഡൻസോട് കൂടി മയാമി ബീച്ചിൽ നിന്ന് കറങ്ങണ്ടേ? ന്യൂഡ് ബീച്ചിൽ പോണ്ടേ? എപ്പോ പോണെന്ന് പറഞ്ഞാൽ മതി. വേണ്ട, നമുക്ക് ഫിറ്റ് ആയിട്ട് പോവാം. ഇല്ലെങ്കിൽ അല്ല, ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ആൾക്കാരെ കാട്ടി ഫിറ്റ് ആണ് നമ്മളത്. പല ആൾക്കാരെ കാട്ടില്ല. ഇവിടെ അങ്ങനെ ഇൻഹിബിഷൻസ് ഇല്ലല്ലോ, ആൾക്കാർക്ക് അങ്ങനെ സംഭവമേ ഇല്ല. അങ്ങനെ ഒരു സംഭവമില്ല. നമ്മളാണ് പറയുന്നത് ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും മറ്റൊക്കെ. പക്ഷേ വെൻ യു ഗോ അബ്രോഡ് യു ക്യാൻ സീ ദ ഡിഫറൻസ്. എസ്പെഷ്യലി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കരീബിയൻസിൽ കഴിഞ്ഞ 9 രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തു. ഈ 9 രാജ്യങ്ങളിൽ ട്രസ്റ്റ് മീ, I never felt any kind of racism anywhere. ഈ 9 രാജ്യങ്ങൾ ജഡ്ജ്മെന്റലും അല്ലല്ലോ. ആൾക്കാര് ജഡ്ജ്മെന്റൽ അല്ല. ആൾക്കാര് എന്താ പറയാ, അവര് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ വരില്ല. They don't care. You just come, enjoy whatever you think you want, do whatever things you want. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്തസ്സോടെ ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ നമ്മളെ ഇങ്ങനെ ഈ ഒരു അത്ഭുത ജീവിയെ കാണുന്ന പോലുള്ള നോട്ടം അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, ഒരു പരിപാടി. അതാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കരീബിയൻ രാജ്യങ്ങള്. ഞാൻ സത്യം പറഞ്ഞാല് ഭയങ്കര ആളുകളൊക്കെ ഭയങ്കര പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു സ്ഥലമായിരുന്നു എന്റെ മനസ്സിൽ. അതായത് നമ്മൾ ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളൊക്കെ ഒട്ടും സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ഭയങ്കര ക്രൈമും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ്. ആൾക്കാര് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ടു ബി ഫ്രാങ്ക്, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷെ ചില രാജ്യങ്ങൾ ഈസ് എക്സ്ട്രീംലി സേഫ്. ചില രാജ്യങ്ങൾ ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് സ്ഥലത്ത് നിന്നാൽ സേഫ്, അല്ലാത്ത സ്ഥലത്ത് പോയാൽ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ അവിടെ ഒരു തരത്തിലുള്ളൊരു റേസിസമോ ഒരു ബാഡ് തിങ്ങോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത് എല്ലാ രാജ്യത്തും ഇല്ല. ഇപ്പൊ അമേരിക്കയിലുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, എല്ലാ രാജ്യങ്ങളിലും ഇല്ലേ അങ്ങനെ സംഭവം? നമ്മുടെ ഇന്ത്യയിലില്ലേ? ഉണ്ട്, എല്ലായിടത്തും ഉണ്ടത്. ഇന്ത്യയിലും ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ കരീബിയനിൽ നമ്മുടെ എത്നിസിറ്റി കണ്ടുപോകാനില്ല. ഉണ്ട്, ഇന്ത്യൻസ് കൂടുതലുണ്ട്. പിന്നെ ബ്ലാക്സ് ആണ് മെജോറിറ്റി. പിന്നെ ഈ കൊളംബിയൻസിനെ കണ്ട ഇന്ത്യക്കാരനാണോ കൊളംബിയൻ ആണോ എന്ന് പറഞ്ഞില്ല, അവർ ബ്രൗൺ ആണ്. ഇന്നലെ കണ്ടില്ല ഒരാളോട് നമ്മള് പാകിസ്ഥാനി ആണോ എന്ന് ചോദിച്ചു, അപ്പൊ അവൻ കൊളംബിയനാന്ന് പറഞ്ഞു. സോ അതാണ് കരീബിയന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മയാമി എക്സിക്യൂട്ടീവ് എയർപോർട്ട് എന്ന് പറഞ്ഞൊരു എയർപോർട്ടിലേക്കാണ്. മയാമി എക്സിക്യൂട്ടീവ് എയർപോർട്ട്, അത് കൊള്ളാലോ. മയാമി എയർപോർട്ട് ഉണ്ട്. പിന്നെ മയാമിയിൽ അടുത്ത് തന്നെ ഫോർട്ട് ലോഡർഡേൽ എയർപോർട്ട് ഉണ്ട്. നമുക്കിവിടെ ഒരു എക്സിക്യൂട്ടീവ് എയർപോർട്ട് കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ്
വിമാനങ്ങളും അതേപോലെ തന്നെ എൻ്റെ അമ്മ എന്തോന്നു ഇത് പൂവാച്ചിലും താത്തിക്ക് ഇത് നമ്മൾ മറ്റേ സ്ഥലത്ത് കണ്ട പോലെ തന്നെ എന്തോരം വിമാനങ്ങൾ കിടക്കുന്നതെന്ന് നോക്കി. ചെറു വിമാനങ്ങൾ ഇഷ്ടംപോലെ കാണാം. അതായത് ഫ്ലൈയിങ് സ്കൂളുകൾ, പ്രൈവറ്റ് ജെറ്റുകൾ, ചാർട്ടേഡ് വിമാനങ്ങൾ ഇതൊക്കെ വരുന്ന ഒരു ചെറിയ ഒരു വിമാനത്താവളമാണ് എക്സിക്യൂട്ടീവ് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് പറക്കാൻ പോകുന്നത്. ഇത് അംബാനിയുടെ എയർലൈൻസ് ആണോ എന്ന് അറിയത്തില്ല. നമുക്ക് ഇവിടെ റിലയൻസ് ഏവിയേഷൻ എന്നും പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് കാണാം. പക്ഷെ ഇത് അംബാനിയുടെ ആ സാധ്യതയില്ല. കളറില്ല. പിന്നെ ഇവിടെ ഒരു ഫ്ലൈറ്റ് സ്കൂളുണ്ട്. ബ്രോ മിക്കവാറും മറ്റേ പഠിക്കുന്ന പിള്ളേരായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ചെറിയ പൈസക്ക് കിട്ടിയത്. ഒരു സിനിമയ്ക്കകത്ത് കണ്ടില്ലേ, അതേപോലെ ആ പരിഭവം ആകുമോ എനിക്കറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത്. നോക്കാം. അവിടെ വിമാനം കിടക്കുന്നത്, വണ്ടിയൊക്കെ കൊണ്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. എയർക്രാഫ്റ്റ് ഓപ്പറേറ്റിംഗ് ഏരിയ, നോ വെഹിക്കിൾസ് ബിയോണ്ട് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി അകത്ത് കയറ്റി പാർക്ക് ചെയ്ത്. വാവ്. അങ്ങനെ ഞങ്ങള് ആ ഒരു റിലയൻസ് ഏവിയേഷന്റെ ആ ഭാഗത്തെത്തി. ഈ കാണുന്നത് ഈ പറഞ്ഞ പോലെ സ്വകാര്യ വ്യക്തികളുടെ സെറ്റപ്പുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു പ്രൈവറ്റ് ഹാങ്ങർ, അവിടെ നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ വിമാനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ധനികരുടെ ഓരോരോ ലീലാവിലാസങ്ങൾ നമുക്കിവിടെ പല സ്ഥലത്ത് കാണാൻ സാധിക്കും. ഇതാണ് HMC ഹെലികോപ്റ്റേഴ്സ്. ഓരോ സ്ഥലത്ത് കാറും അതേപോലെ തന്നെ വണ്ടിയൊക്കെ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ ഇടുന്ന കണ്ടിട്ടില്ല. അതേപോലെ വിമാനങ്ങളുടെ വർക്ക്ഷോപ്പ് ആണ് ആ കാണുന്നത്. കണ്ടോ, വിമാനങ്ങളുടെ വർക്ക്ഷോപ്പ്, ടെക്നിക്കൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ഏരിയ. ഇത് കണ്ടില്ലേ, വിമാനമൊക്കെ എനിക്ക് കട്ടപ്പുറത്ത് കിടക്കുക പലതും. പിന്നെ അതിനിടയ്ക്ക് എഞ്ചിൻ പണിയായിട്ട് കിടക്കുന്നതുകൊണ്ട്, ടയർ പഞ്ചറായി കിടക്കുന്നതുകൊണ്ട് മിക്കവാറും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരോ വിമാനങ്ങൾ കിടക്കുന്നതുണ്ട്. ഇതൊക്കെ മെയിൻ്റനൻസിനായിട്ട് ഓരോ ആൾക്കാർ, ഇതൊക്കെ ഓരോ സ്വകാര്യ വ്യക്തികളുടെ വിമാനമായിരിക്കും. ചിലതൊക്കെ കാട് പിടിച്ച് കിടപ്പുണ്ട്. ഇത് കാണുമ്പോൾ എനിക്കെന്താ തോന്നുന്നത് അറിയാമോ, നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേ കേസിൽ പെട്ട വണ്ടികളൊക്കെ കിടക്കുന്ന കണ്ടിട്ടില്ലേ അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ബേസിക്കലി ഇത്. കണ്ടോ, അതുപോലെ കിടക്കുന്നു പലതും. വിമാനങ്ങൾക്കൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളടേ വില. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ആൻഡ് പാർട്സ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ. ദൈവമേ, ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമുക്ക് വേൾഡ് ടൂർ നടത്തിയാലോ. പക്ഷെ ചെലവാ. അതായത് ഓരോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന് പൈസ, പിന്നെ ആദ്യമേ ഫ്ലൈറ്റ് പ്ലാൻ റെഡിയാക്കണം, പിന്നെ പാർക്കിംഗ് ചാർജ്, പിന്നെ ഇന്ധനം, അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഇന്ധനത്തിനാണല്ലോ നല്ല പൈസ. അപ്പോൾ അങ്ങനെ തൊട്ടനും പിടിച്ചതിനും കാശാണ്. പക്ഷേ സംഭവം വേറെ ലെവലാണ്. എവിടേക്കോ കുറേ വിമാനങ്ങൾ പോകുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുറേ റൺവേകളും ഉണ്ട് പല സ്ഥലത്തും. എന്ത് സെറ്റപ്പാണെന്നറിയോ, ഭയങ്കര സെറ്റപ്പാണ്. ഇത് ശരിക്കും എനിക്ക് കണ്ടിട്ട് കോമഡി ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വർക്ക്ഷോപ്പ് കണ്ടിട്ടില്ലേ, ഇപ്പം മാരുതി സർവീസ് സെന്റർ, ഹ്യുണ്ടായി സർവീസ് സെന്റർ എന്നൊക്കെ പറഞ്ഞ പോലെ കമ്പനി വർക്ക്ഷോപ്പുകളുണ്ടാവും. അതല്ലാതെ നമ്മൾ ഈ വാറണ്ടി ഇല്ലാത്ത വണ്ടികൾ മറ്റേ ചെറിയ വർക്ക്ഷോപ്പുകളില്ലേ, ഇപ്പോൾ നമ്മുടെ റജിച്ചേട്ടന്റെ വർക്ക്ഷോപ്പ്, തോമാച്ചന്റെ വർക്ക്ഷോപ്പ്, ബോഡി ഷോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ കാണുന്നതാണ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ആൻഡ് പാർട്സ്. അതേപോലെ തന്നെ സ്പെയർ പാർട്സുകൾ വിൽപ്പനയ്ക്ക്. പിന്നെ അപ്പുറത്ത് വേറെ ഉണ്ട് വെയിൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് സർവീസ്. ഇപ്പൊ അങ്ങനെ പല, ഇപ്പൊ മറ്റേ ചിലപ്പോൾ പീറ്ററിന്റെ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ ഉണ്ടാവും, അപ്പുറത്ത് ഡഗ്ലസിന്റെ വർക്ക്ഷോപ്പ് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ. പുള്ളി അവിടെ എന്നാ പരിപാടി കേട്ടോ, ഓയിൽ ചേഞ്ച് അല്ല, വേറെ എന്നാ പരിപാടിയാണ് അവിടെ. മെക്കാനിക്ക്. ഇതാണ് ഇവരുടെ ഓഫീസേ. ഇവിടെ ഇത് കണ്ടോ, TV ഒക്കെ കണ്ടോ. ഈ TV-യിൽ മറ്റേ വെതർ ഡീറ്റെയിൽസും ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഏവിയേഷൻ, വെതർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവരിങ്ങനെ മോണിറ്റർ ചെയ്തോണ്ടിരിക്കുകയാണ്. കേട്ടാ, അടിപൊളി സെറ്റപ്പാണല്ലോ. നമുക്ക് കുറെ വിമാനങ്ങൾ എടുക്കുന്നുണ്ടാവും. You don't know the name of the company? Where you fly a plane? No, see, it's Aerial 2. Area 2 is not us. This is HMC. Area 2 is that small helicopter. You see that one? Helicopter. Oh, that's the one. Okay. Yeah. What is the the address? It's Yeah, it's confused, but it's there. So which one? Which building though? You see the helicopter where it's landing? Oh, that side. Okay. That's your. So how just do go I? Where's over the there. office though? Like where? You go over there and go to the other side. Okay. I don't know what is the office. I appreciate it. Yeah, we Thank you. are HMC. We'll find it out. Okay. Oh, Thank okay. you. നമ്മൾ വന്ന സ്ഥലം വേറെ ആയിപ്പോയി. Yes. എന്തോരം വിമാനങ്ങൾ കിടക്കുന്നല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് വന്നു. ആദ്യം കണ്ടില്ലേ റിലയൻസ് ഏവിയേഷൻ, അവിടെ വന്നു. അവരാന്ന് തോന്നുന്നു. മൊത്തത്തിൽ കൺഫ്യൂഷൻ ഗൈസ്. ഇവിടെ ഒരു മാഗസിൻ കണ്ടോ, ചാർട്ടർ ഹബ്ബ്. ബ്രോ, ഈ സാധനം എന്താണെന്നറിയോ, എന്താണെന്ന് മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഒരു വിമാനം വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ആ വിമാനം വാടകയ്ക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുന്ന ഒരു മാഗസിൻ. അതായത് ആയിരക്കണക്കിന് വിമാനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കമ്പനികൾ ഇതിനകത്തുണ്ട്. ഇവിടെയുണ്ട്. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. ഇവിടെയുള്ള പല സ്റ്റേറ്റുകളിലും. അതിനകത്ത് സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത്
ഓരോ വിമാനങ്ങൾ അതിന് എത്ര റേഞ്ച് ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടും, എത്ര നോട്ടിക്കൽ മൈൽ ഓടും, എത്ര കപ്പാസിറ്റി ഉണ്ട്, പിന്നെ അതിനകത്ത് വൈഫൈ ഉണ്ടോ, വൈഫൈ ഇല്ലയോ, പിന്നെ ട്രാൻസ് അറ്റ്ലാന്റിക് ആണോ, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ ഏജ് തുടങ്ങി ഓരോ വിമാനങ്ങളെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ കോൺടാക്ട് നമ്പർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ റെൻ്റേക്കാർ എടുക്കുന്ന സെയിം പരിപാടി ഇവിടെ നമുക്ക് വിമാനം റെൻറ്റിന് എടുക്കാം. അതാണ് ഈ സംഭവം. ഉണ്ടല്ലേ, വിമാനം റെൻറ്റിന് എടുക്കുന്ന പരിപാടി. എന്താ അല്ലേ, നിങ്ങൾക്ക് റെൻ്റേക്കാർ എടുക്കുന്ന പോലെ നിങ്ങൾക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെൻ്റേക്കാർ എടുക്കുന്ന പോലെ തന്നെ സെയിം പ്രൈവറ്റ് ജെറ്റും ഹെലികോപ്റ്ററും ചെറുതും വലുതുമായിട്ടുള്ള വിമാനങ്ങൾ എല്ലാ സിറ്റിയിലും, ടെക്സസ്, ഇപ്പോൾ വെർജീനിയ, നമ്മൾ ആദ്യം എല്ലായിടത്തും ഉണ്ട്. സിറ്റിയിലും എല്ലായിടത്തും ഉണ്ട്. എന്താ അല്ലേ, എന്തൊക്കെ പരിപാടി. ഇതൊക്കെ കണ്ടില്ലേ, വലിയ വലിയ പരസ്യങ്ങളാണ് മൊത്തം. കണ്ടോ, അതാണ് സെറ്റപ്പ്. എന്തൊക്കെ പരിപാടികളാണ് ഓരോ നാട്ടിലെ ബിസിനസ്സും. You want to go to the bathroom first? No, we are good. Are you going to scare us up there? I'm still learning. Of course I will. India? Yeah. Okay. Well, India is a huge country, right? Like Yeah. a lot of We are number 1 now. In the world. all Yeah. the world. Yeah. You passed China now? Oh, yes. Yes, Oh, we cross shit, China. Bro. Yeah. Fuck So we are number 1. that. What We to do? invest a lot. You fuck a lot. That's oh my God. What's your name? Diego. Diego. Yeah, Oh. like Maradona. You know Maradona, the soccer Mucho player? gusto. Oh yeah. Mucho gusto. Okay. You Nice to know meet him? you. Yeah. Of Yeah, course. the same name. Okay. Oh my God, man, that's great. Well, once I tried Indian food, that was too spicy for me. So spicy. ¿Qué país eres usted? Ecuador. Yeah, it's spicy for you. Come on. Yeah. Tú come picante también. Yo claro. como picante, pero no tan picante. Oh, probably Spicy. because I don't know. Era Pakistani con India, something like that. Whereas for me was. Oh my Excuse me. I don't speak Spanish. I don't understand Spanish, so you can't speak in Spanish. God. You guys live here? No, I He's live living here. I'm visiting. Yeah. Oh. I live in India. In India? Yep. Great. ഇത് കണ്ടോ, അകത്ത് ഒരു വിമാനം ആരോ കയറി പോകുന്നേ. അതിൻ്റെ അപ്പുറത്ത് വേറെ വിമാനം കിടക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് വേറെ വിമാനം വരുന്നു, അതിനിടയ്ക്കുള്ള വണ്ടി പോകുന്നു. ഇവിടെ ഒരു നാവിഗേറ്റർ കിടക്കുന്നു, അതിൻ്റെ പുറകിലൊരു വിമാനം കിടക്കുന്നു, പിന്നെ അവിടെ വേറെ വിമാനം കിടക്കുന്നുണ്ട്, വേറെ കാറ് കിടക്കുന്നു. കാറും വിമാനവും ഒക്കെ ഒരുമിച്ച് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം കണ്ടോ, എന്തോരം വിമാനങ്ങളാണ് കിടക്കുന്നത് നോക്കി. വിമാനങ്ങളൊക്കെ കാറ് പോലെയാണ് കേസ് ഇവിടെ കണ്ടോ. അതാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. കാറും വിമാനമൊക്കെ ഒരേപോലെയാണ്. ഞാൻ വീട്ടിൽ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഋഷിനെ ഇവിടുത്തെ വിമാനങ്ങളൊക്കെ കാണിച്ച്. അന്നേരം അവൻ ചോദിക്കുകയാണ്, എന്തിനാ അപ്പോൾ അവിടെ കാറ് കൊണ്ടിട്ടിരിക്കുന്നത്? എയർപോർട്ടല്ലേ അത്, എയർപോർട്ടിലായാലും കാറ് കൊണ്ടിട്ട് പോകുന്നത്. He's a YouTuber, so he like to make videos. Okay. Yeah, that's all. We are here. Yes, you want me to take pictures for you before we go? Yeah, sure. What is the sound like? Let's go to the other side to have more. Okay, ഇത് കൊള്ളാലോ, നല്ല സാധനം അല്ലേ, അടിപൊളി. സ്റ്റാർട്ട് ആക്കുമ്പോൾ നിങ്ങൾ ഞാൻ തെളിക്കോളാം. ഇതെന്ത് വിമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സെസ്നയാണ്. N965 എന്നുള്ളത് ഇവിടുത്തെ. You want to be in the front or in the back? I don't mind sitting anywhere. I can sit here. Sure. Yeah, of course. This side, right? വീഡിയോ എടുക്കാൻ നല്ല എവിടാന്ന്? No, I'll sit here. അച്ഛാ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? സെറ്റല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ മുമ്പിൽ ഇരിക്കാം. Right, today is a little bit turbulent, right? Okay. So we're gonna be feeling that. Okay. It's not me. It's the Mother Earth. Okay. So how long it's gonna be? Around 30-40 minutes. Okay. Just let me double check one thing. എന്റെ പൊന്ന് ബ്രോ, ഇതേ എന്താ നോക്കിയേ പരിപാടി. പുള്ളി ഒന്ന് സ്റ്റാർട്ടായി. ഇത് എന്തോ എവിടെയും വലിഞ്ഞു കയറി പോകുന്നു. ചെക്ക് ചെയ്യുന്നത് സംഭവങ്ങളൊക്കെ ആണോ? പ്രീ ചെക്ക് ഉണ്ടല്ലോ ഗൈസ്. പുള്ളിതെ വിമാനത്തിന്റെ മേളിലോട്ടൊക്കെ വലിഞ്ഞു കയറിയിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് നല്ല സൗണ്ട് ആയിരിക്കും. ഇപ്പോൾ നമുക്ക്, ഞാനവിടെ മുമ്പിലിരുന്നു, അച്ചായൻ പുറകെയുണ്ട്. ചായ സെറ്റല്ലേ? അപ്പോൾ നമ്മൾ പറക്കാൻ പോവുകയാണ് മയാമിയുടെ മുകളിലേക്ക്. യെസ്. I'll give your headsets for you. Okay. You can go forward in the seat if you like. The same thing. I'm good. I'm good. Okay, sure. Yeah. So I am the boss, huh? Yeah, of course you can. You got more space to sit. Actor start time. Like to hear me? Yes. Like to hear me there. All right. അല്ല, കേൾക്കാവോ? പുള്ളി ഏത്യസ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുക. അതാണ് സംഭവം. ഇതിനകത്ത് മൊത്തം എരപ്പോടെ ഈ സാധനം. മിക്കവാറും വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഏതാ? മിക്കവാറും വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അല്ല, അത് കുഴപ്പമില്ല, അത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇത് ശരിക്കും നമ്മുടെ കാറ് പോലെ അല്ലേ? കഥമൊക്കെ തുറന്നിട്ട്, ജനലൊക്കെ തുറന്നിട്ട്, ജനലൊക്കെ തുറന്നിട്ടിരിക്കുക.
കാറ്റ് അവിടുത്തെ കയറുള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ പണ്ട് ഫിലിപ്പീൻസ് പോയപ്പോഴത്തേക്കിനും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സാധനം. അന്ന് നമ്മൾ പറപ്പിച്ചായിരുന്നു. ഇപ്പൊ ഇവിടെ താഴെ പെടൽ കണ്ടോ? ഈ പെടൽ ചവിട്ടുമ്പോഴാണ് ഈ വിമാനം മുന്നോട്ട് പോകുന്നത്. കണ്ടില്ലേ, 2 പെഡൽസ് കണ്ടോ? അതിൽ ചവിട്ടുമ്പോൾ ഇത് മുന്നോട്ട് പോകും. ആണ് അവിടെ പുള്ളി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശരി, ആശാൻ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണല്ലോ അവിടെ. പുള്ളി പാട്ടൊക്കെ കേട്ട് ഫ്ലൈ ചെയ്യുന്നത്. ഫൺ ഫ്ലൈയിങ് ആണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ആക്സിലറേറ്റർ. ഇതിങ്ങനെ പുഷ് ചെയ്ത് പിടിച്ചിട്ട് ഒരു പർട്ടിക്കുലർ സ്പീഡിലെത്തുമ്പോൾ ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇത് പൊങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ റൺവേയിലെത്തിയോ? ഇല്ല, റൺവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ റൺവേയിലെത്തിയിരിക്കുകയാണ്. എനിക്ക് ഇതിനകത്ത് ഫുൾ ATCയുടെ ഇതാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഈ സാധനത്തിനകത്ത് മൊത്തം ഇവർ ATCയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ നിയർ ബൈ ബാക്കിയുള്ള സംഭവങ്ങൾ, നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. അവിടെ ഒരാൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ ക്ലിയറൻസ് കിട്ടും. നല്ല പഴഞ്ച സാധനം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ കേട്ടോ, ഇതൊക്കെ ഫുള്ള് ഇളകി പറഞ്ഞിരിക്കുന്ന തുരുമ്പിച്ചിരിക്കുന്ന സീറ്റ് ബെൽറ്റ്, പിന്നെ പൊട്ടിയിരിക്കുന്ന ചില്ല്. അപ്പോൾ ടയറൊക്കെ നോക്കിയ ടയറൊക്കെ മുട്ടയാണല്ലോ, ഫുള്ള് മുട്ടയാ. തെറ്റാതിരുന്നാ മതി വീട് ചെല്ലുമ്പോ. നല്ല മണ്ണെണ്ണയുടെ മണമില്ലേ? മണ്ണെണ്ണയാണല്ലോ ബേസിക്കലി. ഏവിയേഷൻ ഫ്യൂൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അടുത്ത വിമാനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ വെയിറ്റിംഗാണ്, കുറേ നേരമായി. നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകണം. റെഡിയായി ടേക്ക് ഓഫ് ചെയ്യാൻ ചില്ലേക്ക് അടച്ചു. യെസ്, മുതലാളി, നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ശരിക്കും നമ്മൾ ഈ ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ശബ്ദമൊന്നും കേൾക്കില്ല. ഈ ഹെഡ്സെറ്റ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ശബ്ദമൊക്കെ കേൾക്കുള്ളൂ. ഈ ഹെഡ്സെറ്റ് ഊരിയാൽ എന്തെങ്കിലും കേൾക്കുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ കരിവിരാതായിരിക്കും. അതെ, കരിവിരിയാന്ന് പറഞ്ഞിരിക്കുന്നത്. പുള്ളി ഇപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്, താഴെ എന്താ, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിപ്പോൾ മയാമി ബീച്ചിന്റെ മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ വാവ്, അടിപൊളി. അടിപൊളി ഒരു വീട്. നോക്കി, വീടാണ് അത്. ചാടുന്നു ടർബുലൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. ഇത് പൊളിച്ച് എന്തല്ലേ. നമ്മൾ കുറേ ദൂരം വന്നു കേട്ടോ. നമ്മൾ കുറേ ദൂരം വന്നു. മയാമി ബീച്ചിന് മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഇതാണ് വെൽക്കം ടു മയാമി ബീച്ച്. നമ്മൾ മയാമി ബീച്ചിന് മുകളിലെത്തിയിരിക്കുകയാണ്. ചായ വരണ്ടേ? മയാമി ബീച്ച് വരണ്ടേ? ബീച്ച് വരണ്ടേ? കേൾക്കാവല്ലോ. മുമ്പേ പറഞ്ഞ ബീച്ചാണ് ഒത്തിരി ഇവിടെ മുമ്പിലാ. ഏതാ, ന്യൂഡ് ബീച്ചാണോ? ബീച്ചാ. ശരി. ബീച്ചിന്റെ സൈഡിലെല്ലാം നമുക്ക് റിസോർട്ടുകളും പിന്നെ ഹോട്ടലുകളും വലിയ വലിയ അപ്പാർട്ട്മെന്റുകളും കടക്കാരുടെ വീടുകളും ഇങ്ങനെ കാണാമോ.
ഒരു വലിയ സ്വപ്നമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തവണ ഞാൻ നമുക്ക് പഠിക്കാൻ പറ്റില്ല, സമയം കഴിഞ്ഞു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് പൊളിച്ചല്ലേ? സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു. അടിപൊളിയായിരുന്നു, കിടുക്കാച്ച സംഭവമായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്തു. എനിക്ക് ലാൻഡ് ചെയ്യുന്നവരെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഈ വിമാനത്തിന്റെ പഴക്കം കണ്ടിട്ട്. പിന്നെ ഓടിക്കുന്ന ആള് കുഴപ്പമില്ല. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇരുന്നത്. പക്ഷെ എന്നാലും സംഭവം കളറായിരുന്നു, അടിപൊളി. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. സീറ്റ് ബെൽറ്റ് ഇടണമല്ലോ അല്ലേ? യെസ്. അടിപൊളി. എന്തോന്നടേ ഇതിന്ന് കയറാനും ഇറങ്ങാനും തന്നെ എന്നാ പാടാന്ന് എനിക്ക്. ഇനി ഇത് മുമ്പോട്ടാക്കണം, എന്നാലേ അച്ചായൻ ഇറങ്ങാൻ പറ്റുള്ളൂ. അതോ അച്ചായൻ അപ്പുറത്തോടാണോ ഇപ്പുറത്തോടെ അല്ലേ? അതുവഴി അങ്ങോട്ട് ഇറങ്ങിക്കോളാം. ബാഗ് വേറൊന്നും ഇല്ലല്ലോ അല്ലേ? എന്റെ ചെവിയൊക്കെ അടഞ്ഞ്. ആ ഇവിടെ ഒരു സാധനം ഉണ്ട്, ഈ ടയറെ. ഇറങ്ങോ. സെറ്റല്ലേ? അയ്യോ തല. Thank you, brother. Thanks, mate. So where should we go? That side, right? The lanes, right? You are coming. Okay, we go together. Okay, fine. അടിപൊളി. എന്റെ പൊന്നോ, എന്താ അല്ലേ, എത്ര വർഷം പഴക്കമുള്ള വിമാനം നോക്കിയില്ല ഞാൻ. ഒരു 60s ആയിരിക്കും, ഒരു 10-40 വർഷമെങ്കിലും പഴക്കമുണ്ടാവും. Anyway, nice meeting you. Thank you so much. And yeah, see you. Of course. Bye. Yeah, what is your YouTube channel? I'll show you. സംഭവം എന്തായാലും പൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്കിപ്പോഴും എന്റെ സംശയം എന്താണെന്നറിയോ, എനിക്ക് എപ്പോ ഫ്ലൈറ്റിൽ കയറിയാലുള്ള സംശയമാണ്. എന്താണെന്നറിയോ, അതല്ല, ഇവൻ ഈ ATCയുമായിട്ട് സംസാരിക്കുന്ന എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അവര് പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? എനിക്കിതുവരെ ഈ ATC പറയുന്നത് എന്താ കരിപിരി കുരിപിരി ഒന്നും അല്ല, ഇത് വേറെ, ഇത് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് തോന്നിപ്പോവും. ഇവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോ രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തെ ആക്സെന്റ് ഉള്ള ഇംഗ്ലീഷാണ് സംസാരിക്കുക. ചൈന പോകുമ്പോൾ ചൈനീസ് ആക്സെന്റും, ഇന്ത്യ വരുമ്പോൾ ഇന്ത്യൻ ആക്സെന്റും, അമേരിക്ക പോകുമ്പോൾ അമേരിക്കൻ ആക്സെന്റും ഒക്കെ ആയിരിക്കും. അവിടുത്തെ ATCയുടെ സംസാരം മനസ്സിലാക്കിയെടുത്ത് ഇതൊക്കെ പറത്താന്ന് പറയുന്നത് സലിംകുമാർ സെറ്റപ്പ് ആയിരുന്നു അല്ലേ? എനിക്ക് പറഞ്ഞുകൊണ്ട് എന്തായാലും കൊള്ളാം. സെസ്ന 170 ആണ് നമ്മളിപ്പം ഫ്ലൈ ചെയ്തത്. ഏകദേശം ഒരു 50-60 ഇയേഴ്സ് പഴക്കമുള്ള വിമാനമാണ്. 74 പറഞ്ഞേ. എത്ര? 74. യെസ്, അത്രയും പഴക്കമുള്ള വിമാനമാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഈ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ടും നല്ല മെക്കാനിക്കുമാരുള്ളത് കൊണ്ടും ഇതൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓടുന്നു എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. ഞങ്ങൾ ഡോൾഫിൻ മോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇത് ബേസിക്കലി ഒരു ഔട്ട്ലെറ്റ് മോളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങണം, അതാണ് പരിപാടി. സോ ഇത് എങ്ങനെയുണ്ട്, ഈ ഉടുപ്പ് എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഉടുപ്പാണ്. ഈ മനുഷ്യനോട് നടക്കുമ്പോഴത്തേക്കിനും കുറച്ച് കളർഫുൾ ആയിട്ട് നടന്നില്ല, എന്നെ ആരും നോക്കൂല, ഇങ്ങനെ തിളങ്ങിയല്ലേ നടക്കുന്നത്. പിന്നെ പുതിയ ഷൂ വാങ്ങിച്ചു കഴിഞ്ഞ ദിവസം. ഇത് ന്യൂ ബാലൻസിന്റെ മറ്റേ 1906R പുതിയ കളറ്. ഡോൾഫിൻ മോൾ. ഉച്ചയ്ക്ക് കഴിക്കേണ്ട സമയമായി. ഓ, യു ആർ ഓൾറെഡി ഹംഗ്രി? ഇത് ഫൈൻ ഡൈനിങ് ആണോ? ഓക്കെ. ടെക്സസ് ആൻഡ് ബ്രസീൽ. ഇത് ബൊഫേ ആണോ? പിന്നെ വേറൊരു സെറ്റപ്പാണ്. നമ്മൾ ഇരിക്കുന്നിടത്ത് വരും ഒരു സാധനമുണ്ട്, അത് നമ്മൾ കാർഡ് ഫ്ലിപ്പ് ചെയ്യണം. ഓ, മറ്റേ അൺലിമിറ്റഡ് മറ്റേ ഇത് മനസ്സിലായി. അത് മതിയെന്ന് പറയുന്ന വരെ തന്നോണ്ടിരിക്കും. ഗ്രീൻ ആണെങ്കിൽ വന്നോണ്ടിരിക്കും, റെഡ് ആണെങ്കിൽ അവർ നിർത്തും. ഓക്കെ, മനസ്സിലായി. സലാഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് എടുത്തുകൊണ്ട് പോവാം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർ കൊണ്ടുതരും. അങ്ങനെയാണ് പരിപാടി. സോ ഇത് സാൽമൺ അല്ലേ? സ്മോക്ഡ് സാൽമൺ. ഇത് സലാഡ് മാത്രം കഴിച്ചാലും വയറ് നിറയുമല്ലോ, അതുപോലെ ഉണ്ടല്ലോ. എന്തുവാ? അലപ്പിനോസ്. ഇതെല്ലാം കോൾഡാണേ. സ്റ്റേക്ക് ഹൗസ് പരിപാടികളൊക്കെയാണ്. സോ നമുക്ക് ആദ്യം സലാഡ്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാം, അത് കഴിക്കാം. പിന്നെ ഒരു ഇച്ചിരി സൂപ്പ് എടുത്തുകൊണ്ട് വന്നു. തിരിച്ചു വെക്കില്ല, പിന്നെ ഏത്?
ഓ അങ്ങനെയാണോ? ആ ഓക്കെ ഫൈൻ ഫൈൻ ഓക്കെ. ഇത് നമുക്ക് ഇങ്ങനെ ഇവരിങ്ങനെ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ തരും. ഇത് നമ്മളെടുത്ത് ഇതിനകത്ത് വെക്കുക. അങ്ങനെയാണ് പരിപാടി. ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നമ്മളെടുക്കുക. ഇതെല്ലാം ബീഫും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. ഇത് മൊത്തം ബീഫാണ്. നമ്മൾ ഈ ബാർബിക്യൂ നേഷനിലൊക്കെ പോകുന്ന പോലെ തന്നെയുള്ള സെറ്റപ്പാണ്. മതി എന്ന് പറയുന്നവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ബീഫിൻ്റെ ഓരോ ഭാഗങ്ങളും അവർ പാർട്സ് ഏത് ഭാഗമാണ് ടെൻഡർലൈനാണോ മറ്റേതാണോ മറിച്ചാണോ അതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കൊണ്ടിരുന്നത്. പിന്നെ നമുക്കിഷ്ടമുള്ള പോലെ കുക്കൊക്കെ ചെയ്തുകൊണ്ട് തരും. മീഡിയം റെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അതിനിടയ്ക്ക് മറ്റേ പഴം ഗ്രില്ല് ചെയ്തതും മാഷ് പൊട്ടറ്റോയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ ഷോപ്പിങ്ങിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിള്ളേരെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ മുമ്പിൽ കുറേ പോലീസ്. ഞാൻ വിചാരിച്ച് പുൾ ഓവർ ചെയ്തത് വിചാരിച്ച് ഞങ്ങളുടെ പാട്ടൊക്കെ വെച്ച് ഇരിക്കുകയായിരുന്നു. അവിടെ ട്രാഫിക് എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. തമ്പടി ചമ്പടി തടപ്പ അതാണ് സെറ്റപ്പ്. ഇവിടെ അമേരിക്കയിലും അതേപോലെ യൂറോപ്പിലും പല സ്ഥലങ്ങളിലും ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുക, അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ പാരൻസിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അമേരിക്കയിൽ പിന്നെ കുറച്ചും കൂടെ ഒക്കെ അത് സ്കൂൾ ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് യൂറോപ്പിലൊക്കെ UK-ലൊക്കെ അത് ഭയങ്കര എന്താ പറയാ ഇതാണ്. ഇത് രണ്ടുപേരുടെ തുണിയാണ്. രണ്ടുപേരും തകർക്കുവാ. എങ്ങോട്ടാ പോണ്ടേ? പിള്ളേർക്ക് കണ്ട് വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഇനി പകരല്ലേ എന്റെ പരിപാടി. ഇങ്ങനെയൊന്നും വേണ്ട. നമ്മള് വീട് പിടിക്കുന്നു, ജിമ്മിൽ പോകുന്നു. അങ്ങനെ പിള്ളേരെ എല്ലായിടത്തും വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഇപ്പൊ എവിടെ പോകുന്നു? നമ്മൾ ജിമ്മിൽ പോകുന്നു. ഒറ്റ മെസ്സേജിന്റെ ബലത്തിൽ നമ്മള് ജിമ്മിൽ പോകും. നമ്മള് ഏതാനും മാസങ്ങൾക്ക് ശേഷം മയാമി ബീച്ചിൽ പോയി പരിശ്രമമാണ്. ഞാൻ എന്തായാലും ഇത്തവണ നാട്ടിൽ പോയിട്ട് ഗംഭീര പരിശ്രമത്തിലായിരിക്കും കാര്യമായിട്ട്. സോ ഇവരെന്തിനാന്നല്ലേ ദേ ആർ ആക്ച്വലി ഗോയിങ് ഫോർ ബോക്സിങ്. അവർക്ക് ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ പല പരിപാടികൾ. ഇവര് വലിയ പുള്ളികളാട്ടോ. ഇവര് ഇത് എന്തൊക്കെയാണ്? ടൈക്കോണ്ടോ ഉണ്ട്, പിന്നെന്തുണ്ട്? ടൈക്കോണ്ടോ ഉണ്ട്, ബോക്സിംഗ് ഉണ്ട്, കിക്ക് ബോക്സിംഗ് ഉണ്ട്, ക്രാഫ്റ്റ് മാഗ ഉണ്ട്, ഹിറ്റ് ഉണ്ട്, ജിജിത്സു ഉണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. കണ്ടില്ലേ എന്തൊക്കെയാ? എനിക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയാണ്. ഇല്ലാത്ത എല്ലാം ഉണ്ട്. UFC ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ജിമ്മുണ്ട്. ഇതൊരു വലിയൊരു ബ്രാൻഡാണ്. സോ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് വലിയൊരു ഏരിയ ആണ്. ഇഷ്ടംപോലെ എക്യുപ്മെൻസും പരിപാടികളും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കിഡിലെ സ്ഥലം. അപ്പോൾ ഇതിനകത്ത് പിള്ളേർ ഓൾറെഡി ഇവിടെ വന്നു. അവർക്ക് അവരുടെ ബോക്സിങ്ങും പരിപാടികളും കണ്ടില്ലേ? അതൊക്കെ പിള്ളേർ പരിപാടികളൊക്കെ കണ്ടില്ലേ? അതൊക്കെ സെറ്റാണ്. കുറേ എണ്ണം ഉണ്ട്. പത്ത് മിനിറ്റ് ഓടി അത് മതി ആൾക്കാർ. ശരിക്കും എനിക്ക് പുറത്തോടാനാണ് ഇഷ്ടം. ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് പുറത്തോടാറുണ്ട്. ചില സമയത്ത് ട്രീറ്റ്മെൻറ്റിലോടാം. നിൽക്കുന്നില്ലേ? ഇതായിരുന്നല്ലോ സ്റ്റോപ്പ്. പോസ് എടാ നേരത്തെ 10 മിനിറ്റ് ഏകദേശം 1 മൈലിനടുത്ത് അതേ ഉള്ളൂ. അച്ചായൻ സൈക്കിൾ ഓടുന്നോ? ഈ ജിമ്മിൽ ഇപ്പോൾ അറ്റ് എ ടൈം എത്ര ആൾക്കാരാണെന്ന് അറിയുമോ? ഇതൊരു 100-150 തലങ്ങളിലുണ്ടാവില്ലേ? അല്ലേ? 100+ എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ ആൾക്കാരുണ്ട്. ഇത്ര നേരം സ്ട്രെച്ചിങ് ആയിരുന്നു ഗൈസ്. സ്ട്രെച്ചിങ് ചെയ്ത് നടുവൊടിഞ്ഞിരിക്കുക. കിതച്ചു ഗൈസ്, ക്ഷീണിച്ചു ഗൈസ്. ഞാൻ വീണ്ടും 2 മൈൽ ഓടി. പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ചെയ്ത് പുള്ളി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. Can I get a 12-piece chicken fries and an 8-piece chicken fry? ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ജിമ്മ് കഴിഞ്ഞിട്ട് വരുമ്പോൾ പിള്ളേർക്ക് ബർഗർ കിങ് വേണം. സോ ഇവർക്ക് സ്ഥിര സ്ഥലം. I'll just take some ketchup though. Ketchup, okay? We got it out of her No, that'll be there. Knock, knock. Yep. Knock knock.
I have a riddle for you. What? Okay. The more you take, the more you leave behind. What am I? I don't know. Footsteps. Can I say something? Yes. Something. He got you. Chicken Panu, he got you. Panu, he got you. He got you. Hello, how are you? How's it going? Oh, beautiful hairstyle. Yes. Hey. No, I love it. See, look at her. She like it. What's that? How special? ഞാൻ തന്നെ ഇപ്പൊ ഈ ബർഗർ കിങ്ങും ഈ പെണ്ണിനെ കാണാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. ഇതല്ല രസം എന്താണെന്നറിയോ, ഞാന് കരീബിയൻ പോയില്ലേ. കരീബിയൻ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലമല്ലേ. അപ്പൊ ഞാന് മിക്ക ഐലൻഡിലും ആ 2-3 ദിവസമൊക്കെ നിന്നത്. ഫസ്റ്റ് ഡേ ചെയ്തു, സെക്കൻഡ് ഡേ ഫ്രണ്ട്സ് ആയി, 3-ാമത്തെ ദിവസത്തേക്ക് ബന്ധമായി, ബൈ ബൈ ആയി. പിന്നെ കള്ളുടിക്കാനൊക്കെ വിളിക്കും. Thank you. Hope to see you tomorrow. Hi. പിന്നെ കള്ളുടിക്കാനൊക്കെ വിളിക്കും. അങ്ങനെയൊക്കെയാ. നാളെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ശരി, അവിടെ ഇച്ചിരി പോണ ആളെ ഉള്ളല്ലോ. അതാണ്.